ഇതാണ് ഇന്നത്തെ പ്രധാന വിശേഷം. നമ്മുടെ വിവാദ നായിക തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ നമ്മൾ ആരും വിചാരിക്കുന്ന ആളെ അല്ല കേട്ടോ. നിങ്ങൾക്കൊരു സത്യം അറിയോ, ഞാൻ ഒരു വലിയ സംഭവം. പഠിത്തത്തിനൊക്കെ എങ്ങനെയാണ്? പഠിത്തത്തിൽ മിടുമിടുക്കിയായിരിക്കുമല്ലോ. പഠിക്കുന്നത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്റെ ഒരു ലക്ഷ്യം കൂടിയാണ്. ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിയാണല്ലോ, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് കണക്ക് പഠിക്കാൻ തെരഞ്ഞെടുത്തു? മാത്സ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം. കൊച്ചുകുട്ടിയല്ലേ, ക്വൈറ്റ് നാച്ചുറൽ. ഡിഗ്രിക്ക് ചേർന്നപ്പോൾ കണക്ക് അങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല പഠിക്കാൻ. എനിക്ക് തിയറിയേക്കാൾ പ്രോബ്ലം ചെയ്യാനാണ് എനിക്കിഷ്ടം. MBA ചെയ്യണം എന്നാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ. ശരിക്കും സിവിൽ സർവീസ് ആണ് ലക്ഷ്യം. എന്നെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. IAS എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ IPS എന്നുള്ള ലക്ഷ്യം, ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെ ആയിരിക്കാം. വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയണേ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ളൊരു ആളാണ് ഞാൻ. വീട്ടിലെപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ട്. എങ്ങനെയുണ്ട് വിടൽ? അവർ IPSകാരിയായിട്ട് നഗരത്തിലെ ഗുണ്ടകളെയും കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ അടിച്ചൊതുക്കി നല്ല രാജ്ഞിയെ പോലെ വാണരുളേണ്ട ആളായിരുന്നു ആര്യ രാജേന്ദ്രൻ. ആണോ? ഞാൻ ഇതിനെ കുറിച്ച് ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആർട്സ് സയൻസ് കോളേജിൽ മാത്തമെറ്റിക്സ് BSc ചേരുന്നു. യൂണിവേഴ്സിറ്റിയിൽ മാർക്കുകൾ പരിശോധിച്ചപ്പോൾ ഒരു തവണ എഴുതി ആ മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടതാ. അവർക്ക് ഒന്നാം സെമിസ്റ്ററിൽ മാത്തമെറ്റിക്സിന് 0 മാർക്കാണ് ലഭിച്ചത്. ഇംഗ്ലീഷിന് 13, കണക്കിന് 19, ഹിന്ദിക്ക് 6. നല്ല ഡോക്ടർ. പിടിച്ച് സമ്മതിച്ചേക്ക്. അവൻ 0 മാർക്ക് ലഭിച്ച ഒരാള് ഞാൻ ഭാവിയിൽ IPS ആണെന്ന് പറയുകയും ഞാൻ ഇവർ IPS ആകാനായിട്ട് കൈരളി ചാനൽ അവർക്ക് ആശംസകൾ നേടുകയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തികേടാണെന്ന് തോന്നി. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. കണക്കിന് മുട്ടയും മലയാളത്തിന് 7 ഡിഗ്രിക്ക് മേടിച്ച ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് ഇന്ത്യയിലെ സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നും അത് IAS എന്ന് വെച്ചാൽ കളക്ടർ ആവാൻ വേണ്ടിയിട്ടില്ല, IPS എടുക്കണം എന്നായിരുന്നു അത്രേ ആഗ്രഹം. ചേട്ടാ, സാമ്പാറിന് നല്ല രസം, ഇത്തിരി രസം കുഴിക്കും. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. തള്ളാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ള ആളുകളെ ഉള്ളൂ എന്ന് മനസ്സിലായില്ലേ? ഒരു ഉളുപ്പുമില്ലാതെയാണ് ഈ അഭിമുഖം കൊടുത്തിരിക്കുന്നത്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. കിട്ടിയില്ലേ വയറു നിറച്ച്? എന്റെ വായും തലങ്ങനെ അപ്പുറത്ത് കിടക്കാം, ഒന്ന് ഉറങ്ങണം. എന്തൊരു തരിപ്പ്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.